ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മണ്ഡലകാലം തുടങ്ങി. വൃശ്ചികം 1 തീയതി മുതൽ 41 ദിവസമാണ് ഒരു മണ്ഡലകാലം എന്ന് അറിയപ്പെടുന്നത്. നിങ്ങളെല്ലാവരും കണ്ടു കാണും കഴിഞ്ഞ ദിവസം TV-യിൽ വൃശ്ചികം 1 തീയതി ശബരിമല ക്ഷേത്രത്തിൽ നടന്ന അഭൂതപൂർണമായ തിരക്ക്. എല്ലാവർക്കും വൃശ്ചികം 1 തീയതി തന്നെ ഭഗവാനെ കാണണം. അതുകൊണ്ടാണല്ലോ അത്രയും തിരക്ക്. ഈ വൃശ്ചിക മാസം മുഴുവനും ശബരിമലയിൽ ഭയങ്കര തിരക്കാണ്. അതായത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സീസണാണ്, അതായത് ബിസിനസ്സാണ്. ഈ 41 ദിവസം അതിനു വേണ്ടിയിട്ടുള്ളതാണോ? എന്താണ് ഈ മണ്ഡലകാലത്തിൻ്റെ പ്രാധാന്യം? ഈ വൃശ്ചിക മാസത്തിലാണോ അയ്യപ്പ ദർശനത്തിന് നമ്മൾ പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. മനുഷ്യരുടെ ഒരു വർഷമാണ് ദേവന്മാരുടെ അല്ലെങ്കിൽ സ്വർഗത്തിലെ ഒരു ദിവസം. അങ്ങനെ വരുമ്പോൾ മനുഷ്യരുടെ 6 മാസം ആണ് ദേവന്മാരുടെ ഒരു പകൽ. മനുഷ്യരുടെ അടുത്ത 6 മാസമാണ് ദേവന്മാരുടെ ഒരു രാത്രി. മകരമാസത്തിലെ മകരസംക്രമം മുതൽ 6 മാസമാണ് ദേവന്മാരുടെ ദിവസം. കർക്കിടക സംക്രമം മുതൽ 6 മാസക്കാലം ദേവന്മാരുടെ രാത്രിയുമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോഴും പറയും ബ്രാഹ്മമുഹൂർത്തം. ദേവന്മാരുടെ ബ്രാഹ്മമുഹൂർത്തമാണ്. അതായത് ദേവന്മാർ ഉണർന്നിരുന്ന് പൂജ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ ഒരു കാലമാണ് ഈ 41 ദിവസം, അതായത് മണ്ഡലകാലം. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലകാലത്തിൽ ഈ 41 ദിവസത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന എല്ലാ പൂജകൾക്കും എല്ലാ കർമ്മങ്ങൾക്കും വലിയ ഫലസിദ്ധിയാണ് ഉള്ളത്. ഈ സമയത്തെ നാമജപം, ഈ സമയത്തെ വ്രതാനുഷ്ഠാനം, അതിനൊക്കെ വലിയ ഫലസിദ്ധി ലഭിക്കുന്നതും ഈ മണ്ഡലകാലം പുണ്യകാലമായി നമ്മൾ കണക്കാക്കുന്നതും അതുകൊണ്ടാണ്. ഇവിടെ എന്താണ് നടക്കുന്നത്? വൃശ്ചികം 1 തീയതി ശബരിമലയിലേക്ക് എല്ലാവരും പോകുന്നു. പലരും പറയുന്നത് കേൾക്കുന്നു, 1 തീയതി തന്നെ എനിക്ക് ശബരിമല ക്ഷേത്ര ദർശനം നടത്തണം, അയ്യപ്പസ്വാമിയെ കാണണം. 1 തീയതി ശരി, അയ്യപ്പസ്വാമിയെ കണ്ടു, നല്ല കാര്യം. കണ്ടതിനു ശേഷം തിരിച്ചു വരുന്നു. 1 തീയതിയോ 2 തീയതിയോ തന്നെ അവർ മാല അഴിക്കും. അതോടുകൂടി അവരുടെ വ്രതം തീർന്നു. പിന്നീട് അവരെന്താണ് ചെയ്യുന്നത്? മീൻകൂട്ടി ചോറുണ്ണും, മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കും. ആണുങ്ങളാണെങ്കിൽ കള്ളു കുടിക്കും, കള്ളു കുടിക്കണമെന്നുള്ളവർക്ക് കള്ളു കുടിക്കാം, എന്ത് വേണേ ചെയ്യാം. ഒരു വ്രതാനുഷ്ഠാനവുമില്ല. 1 തീയതി ശബരിമലയ്ക്ക് പോയല്ലോ, അല്ലെങ്കിൽ വൃശ്ചികം 10 തീയതി ശബരിമലയ്ക്ക് പോയല്ലോ, പിന്നെ ഒരു പ്രശ്നവുമില്ല. എത്ര ദിവസത്തെ വ്രതം എടുക്കുന്നുണ്ട്? ചിലർ രാവിലെ മാലയിടും, വൈകുന്നേരം പോകും. ചിലർ 1 ദിവസം, ചിലർ 3 ദിവസം, ചിലർ 7 ദിവസം. ഇതൊക്കെയാണ് വ്രതം. അങ്ങനെയാണോ പോകേണ്ടത്? അല്ല. വൃശ്ചികം 1 തീയതി മുതൽ 41 ദിവസത്തെ വ്രതം എടുക്കണം. അതിനുശേഷം പഴയ കാലത്തെ ആളുകൾ നടന്ന് ശബരിമലയിൽ എത്തുമ്പോഴേക്കും മകരമാസമാകും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല ദർശനം നടത്തേണ്ടത്. അതായത് ഈ ഒരു മണ്ഡലകാലം, ഈ ഒരു 41 ദിവസത്തെ വ്രതം, എല്ലാവരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? 41 ദിവസത്തെ വ്രതം എടുത്തതിന് ശേഷം വേണം ശബരിമലയിൽ പോകാനായിട്ടെന്ന്. ഏത് സമയമാണ് 41 ദിവസം വ്രതം എടുക്കുന്നത്? ഈ വൃശ്ചികത്തിന് മുമ്പുള്ള കാലമാണോ 41 ദിവസം വ്രതം എടുക്കുന്നുണ്ടോ ആരെങ്കിലും? എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് ഇവരെല്ലാവരും 1 തീയതി തന്നെ ശബരിമല ക്ഷേത്ര ദർശനം നടത്തുന്നത്? എത്ര ദിവസത്തെ വ്രതം ഇവരെടുത്ത് കാണും?
അങ്ങനെ വരുമ്പോൾ ഈ മണ്ഡലകാലം എന്ന് പറയുന്നത് ആ ഒരു സീസണാണോ? ശബരിമല ക്ഷേത്ര ദർശനം നടത്തേണ്ടുന്ന ആ ഒരു സീസണാണോ? അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഈ കാര്യങ്ങളൊന്നും തന്നെ ശരിയല്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പഴയ കാലത്ത് പുരുഷന്മാർ അല്ലെങ്കിൽ 50 വയസ്സ്, അതായത് ആർത്തവം കഴിഞ്ഞ സ്ത്രീകൾ, ആർത്തവം ഉണ്ടാകാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ, അവർക്ക് കൃത്യമായി 41 ദിവസത്തെ വ്രതം എടുക്കാൻ സാധിക്കും. എന്നാൽ ആർത്തവമുള്ള സ്ത്രീകൾക്ക് കൃത്യമായി 41 ദിവസത്തെ വ്രതം എടുക്കാൻ സാധിക്കുകയില്ല. പിന്നീട് അവർ ആ വ്രതമൊക്കെ എടുത്ത് അവർ നെയ്ത്തേങ്ങയൊക്കെ നിറച്ച് കെട്ടൊക്കെ കെട്ടി എന്തു ചെയ്യും? ശബരിമല ക്ഷേത്ര ദർശനം നടത്താനായിട്ട് പഴയ കാലത്ത് നടന്നാണ് പോകുന്നത്. പോകുന്നതിന് മുമ്പായിട്ട് അവർ തേങ്ങ ഉടയ്ക്കും. തേങ്ങ ഉടച്ച് ശരണം വിളിക്കും. ശരണം വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല, പോവുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഇപ്പോഴും അങ്ങനെ സമ്പ്രദായമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം ഒരു യാത്ര പോലും പറയുന്നില്ല. യാത്ര പറഞ്ഞിട്ടല്ല പോകുന്നത്. പഴയ കാലത്ത് നടന്നാണ് പോകുന്നത്. കാട്ടിലൂടെയാണ് നടന്നു പോകുന്നത്. കഞ്ഞി വെച്ച് കുടിക്കാനുള്ള അരിയും കലവും ഉൾപ്പെടെയായിട്ടാണ് പോകുന്നത്. ദിവസങ്ങൾ നടക്കണം. പോകുന്ന വഴിക്ക് വന്യജീവികൾ കാണും. കാട്ടിലൂടെ പോകുന്നു, മല കയറണം, ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകാം, പലപ്പോഴും മരണം തന്നെ സംഭവിക്കാം. ഫോണൊന്നുമില്ല, മൊബൈൽ ഫോണ്, ടെലിഫോൺ ബൂത്തുകളുമില്ല. എന്തെങ്കിലും ആർക്കെങ്കിലും എവിടെ വെച്ചെങ്കിലും സംഭവിച്ചാൽ ഒരു നിവൃത്തിയില്ല അറിയാൻ. പോകുന്നവർ പോയിട്ട് തിരിച്ചു വന്നാലേ വന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ആ കാലമാണ്. എൻ്റെ അപ്പൂപ്പൻ ഉൾപ്പെടെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൂപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പഴയ കാലത്ത് എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് വരെ വീട്ടിലുള്ള ആളുകൾക്ക് ആധിയാണ്. കാരണം പോയിട്ട് വന്നാൽ പറയാൻ വന്നു എന്ന്. ഇല്ലെങ്കിൽ എവിടെ പോയി അന്വേഷിക്കാനാണ്? എത്ര ദിവസം നമ്മൾ ഇവരെ കാത്തിരിക്കും? ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ശബരിമലയ്ക്ക് പോയിരുന്ന പൂർവികരുണ്ട് നമുക്ക്. ആ കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്നത്? മൊബൈൽ ഫോണുമൊക്കെ ആയിട്ട് പോകുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി വീട്ടിലേക്ക് വിളിച്ചു പറയുന്നു. ഞാൻ ഇവിടം വരെ എത്തി. ഇങ്ങനെ എല്ലാം ലൈവ് ടെലികാസ്റ്റ് നടത്തിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. 1-ാം തീയതി തന്നെ പോയി തൊഴും. തിരിച്ചു വന്ന് അന്ന് തന്നെ മാല ഊരും, അല്ലെങ്കിൽ വരുന്ന വഴിക്ക് തന്നെ മാല ഊരും. പിന്നെ ഒരു വ്രതാനുഷ്ഠാനവുമില്ല. ചടങ്ങങ്ങ് നടത്തി 1-ാം തീയതി തന്നെ തൊഴുതു. പണ്ടൊരു സിനിമയിൽ ഉർവശി പറയും, പൈസ ഇട്ടു, കടമ നിർവഹിച്ചു. അതുപോലെ എല്ലാ വർഷവും എല്ലാവരോടും പറയാം, എല്ലാ വർഷവും ഞാൻ ശബരിമലയ്ക്ക് പോകും. എൻ്റെ ഉത്തരവാദിത്തം തീർന്നു. ഏതെങ്കിലും ഒരു ദിവസം രാവിലെ മാലയിടും, വൈകുന്നേരം പോകും, ജോലി തീർത്തു. പിറ്റേ ദിവസം മുതൽ ആണുങ്ങളാണെങ്കിൽ മദ്യപിക്കുന്നവർ മീനും കൂട്ടി ഇറച്ചിയും കൂട്ടി, ഒരു പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. പക്ഷെ ശബരിമലയ്ക്ക് പോയി. അങ്ങനെയല്ല വേണ്ടത്. ഈ 41 ദിവസം കൃത്യമായി വ്രതമെടുത്ത് അതിനുശേഷം വേണം പോകാൻ. പക്ഷേ ഇപ്പോൾ സീസണാണ്. ഇതാണ് വരുമാനമുണ്ടാക്കുന്ന സമയം ഗവൺമെൻറ്റിന്, കച്ചവടക്കാർക്ക്. അതുകൊണ്ട് എല്ലാവരും വൃശ്ചിക മാസത്തിൽ തന്നെ ശബരിമലയ്ക്ക് പോകും. പൊക്കോളൂ, തെറ്റില്ല. വൃശ്ചിക മാസത്തിൽ 1-ാം തീയതിയോ 2-ാം തീയതിയോ 3-ാം തീയതിയോ നിങ്ങൾ പൊക്കോളൂ. നിങ്ങൾക്ക് സൗകര്യമുള്ള സമയങ്ങളിലൊക്കെ അത്രയും കാലം വ്രതമെടുത്ത് നിങ്ങൾ പൊക്കോളൂ. 1 ദിവസമോ 2 ദിവസമോ 7 ദിവസമോ വ്രതമെടുത്ത് പൊക്കോളൂ. വേറെ നിവൃത്തിയില്ലല്ലോ. പക്ഷേ മാല ഊരിക്കഴിഞ്ഞാലും ആഹാരത്തിലെങ്കിലും, ഏറ്റവും കുറഞ്ഞത് ആഹാരത്തിലെങ്കിലും ശുദ്ധി വരുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ 41 ദിവസവും. അതാണ് വേണ്ടത്. ഈ 41 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കാരണവും മറ്റൊന്നുമല്ല, ദേവന്മാർ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദേവന്മാർ ഉണർന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ മണ്ഡലകാലം. അതുകൊണ്ട് ഈ കാലത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ശബരിമലയിൽ പോകുന്നവർ പോവുക. പോയിട്ട് വന്നിട്ട് മാല ഊരിയാലും ഇനി
ശബരിമലയിൽ പോകാത്ത ആളുകളാണെങ്കിൽ അവരായാലും ഈ 41 ദിവസം വ്രതശുദ്ധിയോടു കൂടിയിരുന്ന് നാമം ജപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.